ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നമുക്കറിയാം. അമ്മ ആദ്യം തന്നെ ഗൗരവത്തിലാണല്ലോ. പക്ഷെ അമ്മ ഇന്നെന്താ ഈ ചലഞ്ചിന്റെ പ്രൈസ് കേട്ടാല് അമ്മ ഇന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഐറ്റ കിടിലം പ്രൈസും ഐറ്റാത്ത എന്ന ചലഞ്ചുമായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സനു വലിയ പിടുത്തുണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞ തൊട്ട് തന്നെ ഇന്ന് യൂട്യൂബർമാരെ യൂട്യൂബർമാരെ കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാർക്ക് പൈസയാണ്. അതേപോലെ തന്നെ ഏത് ചാനലാന്ന് പറയണം. അപ്പൊ ഇന്നത്തെ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ പ്രൈസ് ഇത് നിറച്ചുണ്ട്. എന്നാ ഇത് ഒരുപാട് പൈസ ഉണ്ട് ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത്. വെറും 200 എല്ലാത്തെയും പോലെ തന്നെ 100-200 വെച്ചിട്ടുള്ള കളികളല്ല ഇന്നത്തെ കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 യൂട്യൂബേഴ്സിൽ കൂടുതൽ പറയുന്നവർക്ക് 500 രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുക. ആദ്യം പറയുന്ന 2 ആൾക്കാർക്ക് എങ്ങനെയാ വെച്ചാല് 2 യൂട്യൂബേഴ്സിനെ പറഞ്ഞു വിചാരിച്ചോ, മൂന്നാമത്തെ പറയുന്ന ആൾക്ക് 500 രൂപയാണ്. അതുവരെ ഫസ്റ്റ് പറയുന്ന ആൾക്കാർക്ക് 100 ആണ്. നാലാമത് പറയുന്ന ആൾക്ക് 500 തന്നെ. 500 തന്നെ തരും. കറക്റ്റ് മനസ്സിലായില്ലേ? എല്ലാം ശരിയായി പറഞ്ഞ മുഴുവൻ ഇത് എല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി പറയാനാണ് എല്ലാം തരും. പറയുന്നവർക്കുള്ള പൈസയാണ് ഇത്. അപ്പൊ എന്താ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാ. എന്തോ സംശയങ്ങളോ എന്തോ കാര്യങ്ങളുണ്ടോ ഇപ്പം ചോദിക്കാം. ഒരു സംശയമില്ല, എല്ലാം മനസ്സിലായില്ലേ? 2 യൂട്യൂബേഴ്സിനെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് റെഡിയാണെങ്കിൽ ഒന്നും പറയില്ല. അപ്പൊ എന്താ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. എല്ലാമേ അപ്പൊ ഗൈസ് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് അമ്മേനോടാണ്. ഏതാ യൂട്യൂബറിന് അമ്മക്ക് അറിയൂലെങ്കിൽ സനുവിനോട് അറിയാം. അപ്പൊ ഫസ്റ്റ് ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. മുഖയില്ല, ഓഡിയോ മാത്രമാണ്. ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞത്, 2 ആളും കറക്റ്റ് ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാവരെയും നന്നായിട്ട് അറിയായിരിക്കും ഞാൻ ഈ ഓഡിയോന്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സനു മാത്രം ഈ ഓൺലൈനിൽ കളിക്കാമല്ലോ, ഓൺലൈനിൽ ഇതിൽ കളിക്കുന്നതെന്ന് വിചാരിക്കണ്ട. അമ്മയും നല്ല അസലായിട്ട് കളിക്കുന്നല്ലേ അല്ലേ? പഠിപ്പിച്ചു ഒരു 12 മണി തൊട്ട് 3 മണി വരെ വേണേ കുത്തിരിക്കും. അത്രയും തോണ്ടി കളിക്കുന്ന ഒരാളാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, അമ്മ നിർത്തരുത്, അങ്ങനത്തെ ഒരാളാണ് അമ്മ. അപ്പൊ എന്താ 2 ആളും ഓൺലൈനിൽ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. 2 ആൾക്കും ആൾക്കാരെ മനസ്സിലാവും. അവരെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പൈസയുടെ പവർ നോക്കുക. ഫസ്റ്റിൽ താളം നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കാഴ്ച നിങ്ങളെ കണ്ടേ ഇതിനു മുന്നേ മാന്തലാണ് മാന്തല്. ഇനിയിപ്പോ അതുപോലെ തന്നെ മാന്തലൂട്ടന്മാരെ കൊടയാൻ വേണ്ടി പോവേണ്ടേ? സനുവായിക്കില്ലേ? അറിയില്ല. അപ്പൊ കടൽക്കൊമ്പന്റെ ഏതാ ചാനലിന്റെ പേരുന്ന അത് വേണമെന്നില്ല. ഞാൻ പറഞ്ഞ കടൽക്കൊമ്പന്റെ ചാനലിന്റെ പേര്. ആദ്യത്തെ 100 രൂപ ഗോപിക്ക് കൊടുക്കുകയാണ്. ബാക്കി പൈസ ഇത്രയുണ്ട്. അടുത്തതായിട്ട് ഓഡിയോ അമ്മക്കാണ് കേൾപ്പിക്കാൻ, സനുവിനാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ആരാന്ന് പറയണം. ഞാൻ വിഷമിച്ചു പോയി. ഈ വണ്ടിയുടെ തുരുമ്പ് കയറുന്ന ഞങ്ങൾ എന്ത് ചെയ്തു? ബേസിക്കലി ഈ വണ്ടി ആര് സൗണ്ടാണ്, ഒരു പിടുത്തമില്ല. ഏതാ ചാനലിന്റെ പേര് അറിയില്ല. ചാനലിന്റെ പേര് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ 200 രൂപ. 200-ാമത്തെ അപ്പൊ ഇതാ 100-200 അടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സാധനം 500 ആയിരിക്കും പോലെ. അടുത്ത ക്വസ്റ്റ്യൻ അമ്മയോടാണ് ചോദിക്കാൻ പോന്നെ. അടുത്തത് അങ്ങനെ നമ്മുടെ കരിമ്പിന്റെ ജ്യൂസ് എടുക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന മെഷീനിലാണ്. ആരെ ശബ്ദമാണ് ഇതിൽ? ഇത് നല്ല പരിചയം. ജിയോ ജോസഫ്. ഏതാ ജിയോ ജോസഫ്? ഏതാ ചാനൽ?
ജിയോ ജോസഫ് ജിയോ മച്ചാനല്ല ജിയോ മച്ചാൻ അതിനെ ഞാൻ പറയാണ്ട് പറഞ്ഞു. ജിയോ ജോസഫ് ഏതാ ചാനല്? ഇതിലേക്ക് നോക്കിയിട്ടൊരു കാര്യമില്ല. ധോണിയോ മാത്രമാണ്. 1 2 ജിയോ ജോസഫിന്റെ ജിയോ മച്ചാന്റെ ജിയോ മച്ചാനെ ജിയോ മച്ചാനെ ജിയോ മച്ചാനെ മേരി.com എംപോർ ജിയോ ജോസഫിന്റെ M4 Tech ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ ഗൈസ് ക്യാഷ് 100 രൂപ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. വെറുതെ വന്നിരിക്കുക ക്യാഷ് വാങ്ങി പോവാന്നാണ്. അമ്മോ ഞാൻ പറഞ്ഞില്ലേ. അടുത്തതായിട്ട് 500 രൂപകളാണ് കൂടുതലുള്ളത്. നിങ്ങളെ ലക്ഷ്യം ഇതിലായിരിക്കണം. അപ്പോൾ അടുത്ത ആള് ഇപ്പം അമ്മേനോട് ചോദിച്ചു, അടുത്ത സാധനത്തിനോടാണ് ചോദിക്കാൻ പോകുന്നത്. ഈ ഓഡിയോ ആരുടേതാണ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് പക്ഷെ ചാനലിന്റെ ഗ്ലാമി ആ ഗ്ലാമി ഗൈസ് ഇന്നത്തെ ചാനൽ സാരി കൊണ്ടുപോയി എന്താ പറയാ. മൂന്നാമത്തത് 500 അല്ലേ 100 അപ്പൊ ഗ്ലാമി ഗംഗയാണ് ഇപ്പൊ കാണിച്ച ഓഡിയോ. അമ്മ കേട്ടിട്ടുണ്ടോ ഗ്ലാമി ഗംഗനെ? ഒരുപാട് കേട്ടിക്ക് ഗ്ലാമി ഗംഗനെ അറിഞ്ഞൂടെ? അപ്പൊ അതാ 500 രൂപ ഇവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. വാങ്ങിക്കോളൂ. അമ്മ ഇന്ന് പൊട്ടു. ഇന്നുവരെ ഞാൻ ഇന്ന് പണിഷ്മെന്റ് എടുത്തായത് കൊല്ലും. അടുത്തതായിട്ട് അമ്മേനോടാണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗിഫ്റ്റ് ഇത് ആരാ തന്നിരിക്കണേ? പലരും ഈ പേര് എഴുതത്തില്ല, അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ആരാണ് ഈ ശബ്ദം? താങ്ക് യു നിത്തോ എന്നല്ല പറയുന്നത്. ഈ ഓഡിയോ ആരതാണ്? പൈസ പൈസ നോക്കി വേണമെങ്കിൽ ഇവിടുന്ന് പൈസ ഒറ്റ അടുക്കളയിലേക്ക്. അപ്പൊ പറഞ്ഞു ആരാച്ചാണ് നിങ്ങളിപ്പോ കേട്ടത്? ഒന്നുകൂടി കേൾക്കണം. ആദ്യത്തെ ഗിഫ്റ്റ് ഇത് ആരാ തന്നിരിക്കണേ? പലരും ഈ പേര് എഴുതത്തില്ല, അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങോടല്ലേ ആരെ ശബ്ദമാണത്? 500 രൂപ. 1 2 3 4 5 ചാൻസ് നെക്സ്റ്റ് സനുവിലേക്ക് പോയിട്ടാണ്. പറഞ്ഞോളൂ. പേർലി മാണി നമുക്കറിയാമോ? അമ്മ സ്ഥിരമായിട്ട് കാണുന്ന യൂട്യൂബറാണ്. 500. അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് അമ്മേനോടല്ല നമ്മൾ ചോദിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ഗോപിക മോളാണ്. ബ്രൗൺ അല്ലെങ്കിൽ പർപ്പിൾ കളറിലെ ഡാർക്ക് സർക്കിൾസ് ആണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഇത് ബ്യൂട്ടി ഓഫ് ജോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ ബ്രാൻഡിന്റെ ഐ ക്രീം ആണ് കേട്ടോ. ഇതിന്റെ മെയിൻ ഏതാ അറിയോ? ഏതാ പേര് പറയണോ? അല്ലേ തോറ്റ 1 2 3 4 സാനുവിടെ അടി പതറിയിട്ടുണ്ട്. 5. അപ്പൊ ഇതാ 5 വരെ എണ്ണിട്ടുണ്ട്. സാനുവിടെ പൊട്ടിയിട്ടുണ്ട്. അല്ല നമുക്ക് പറയാത്ത തെറ്റിപ്പോയാൽ പൈസ തിരിച്ചെടുക്കുന്ന സംവിധാനം ചെയ്താലോ? അത് വേണ്ട. അമ്മേനോട് ചോദിച്ചാലേ അമ്മക്കിപ്പോ കേൾപ്പിച്ച ഓഡിയോ ചെടി കേട്ടിരുന്നോ? ചെവിടെ കേട്ടിരുന്നോ ചോദിച്ച പ്രായത്തിന്റെ അസ്കിതയുണ്ട്. ചാനലിന്റെ പേര് ചാനലിന്റെ പേര് സിമ്പിൾ സ്റ്റൈലോ ഉണ്ണിമായ അങ്ങനെ എന്തോന്നാ ആടോ? എന്താണ് ഉണ്ണി മുകുന്ദൻ? ഞാൻ ഇക്ക ഉണ്ണി മുകുന്ദന് ചാനൽ ഓടിക്കുന്നത് എങ്ങനെ തന്നെ ഉണ്ണിമായ അത് അല്ലേ ഹായ് സുന്ദരി പറഞ്ഞു തുടങ്ങുക. ഞാനൊരു മണ്ടത്തിയായിരുന്നു. അമ്മക്ക് എന്നാ കണ്ടു? 500
നൂറായിട്ട് ഓൻ അധികം കിട്ടിയിട്ടുള്ളൂ. വലുതായിട്ടില്ല ട്ടാ. രണ്ടാമത്തെ പ്രാവശ്യം 100 കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പറഞ്ഞ 500 തരും മോക്ക്. എന്താ 2 കൈ വെച്ച് വാങ്ങിക്കോ അമ്മോ. ചോടുകൊടുത്താ കള്ളനാ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്നോടല്ല ഇപ്പം ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ സനുവിനോടാണ് ആളോടാ ചോദിക്കുന്നത്. സോറി, അമ്മേനോടാണ് ചോദിക്കുന്നത്. ആള് മാറിപ്പോയിന്ന് അറിയാം. നേരെ പോകുന്നു അൺബോക്സിംഗ് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലോ, ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ എന്ന് പറഞ്ഞ നേരെ നമ്മൾ അങ്ങ് കൊടുത്തേക്കാണ്. ഈ യൂട്യൂബറുടെ ശബ്ദം ആരാണിത്? ഇത് സഞ്ജു ടെക്കി. ഈ എന്റെ സഞ്ജു ടെക്കിയല്ല. ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഞാൻ വെറുതെ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഫോട്ടോ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അമ്മ ഇതിലേക്ക് നോക്കി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാണുന്നില്ലായിരിക്കും ഇതിനകത്ത് അവന്റെ ഫോട്ടോ ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും വായ ഞാൻ കേട്ടതൊന്നുമില്ല. ഞാനും അമ്മ ഇടക്കിടക്ക് എന്റെ വീഡിയോ ഞാൻ കാണുന്ന വീഡിയോയിൽ എന്തി വെക്കുന്ന ആളാ. ഞാൻ എന്നിട്ട് കണ്ടിട്ട് ഫാനായ ഒരാളാണ് അല്ലെ സഞ്ജു ടെക്കിന്റെ. സഞ്ജു ടെക്കിനെ നല്ല അസലായിട്ട് അറിയാം. അപ്പൊ ഫസ്റ്റ് 500 രൂപ അമ്മ ഇവിടെ കരസ്ഥമാക്കുകയാണ്. വാങ്ങിച്ചോളൂ. നിങ്ങൾ രണ്ടാളും പൈസ വാങ്ങിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അമ്മ വാങ്ങണ്ട, ഗുണ്ടായിസം പോലെ അപ്പൊ നെക്സ്റ്റ് അല്ല പൈസ കൂടെ അട്ടിക്കുന്നല്ല ഒന്ന് പറഞ്ഞു തീർത്തോട്ട്. അടുത്ത ഒരൊറ്റ 500 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം ആരോട്? സനുവിനോട്. ഒറ്റ 500 രൂപയുടെ ഉള്ളൂ. അത് ആർക്കാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നിട്ടായിരിക്കും നമ്മളുടെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോളെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഗൈസ്. ആരാണിത്? ഓപ്ഷൻ ബി എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഈ ഓഡിയോ ആരെന്താണ്? നിക് വ്ലോഗ്സ്. പൈസ വെച്ചിട്ട് അമ്മ ഇതാ അവസാനത്തെ ഇതോ കീശ നോക്ക് കീറിയെന്നാണ്. കീശ കാലിയാറേ. അപ്പൊ ഇതാ 500 ഞങ്ങൾക്ക് തരുമോ? അതായത് അവസാനത്തെ 500 രൂപ ഇവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അമ്മ കൈയടിക്കമ്മേ. അപ്പൊ ഇതാ ഗൈസ് നമുക്ക് രണ്ടാളെ പ്രൈസ് എത്ര കിട്ടിയിട്ടുള്ളത് നോക്കാം. ആദ്യം അമ്മ എന്നെ എണ്ണിക്കോ. 700 700 ഒന്ന് കാണിച്ചു കൊടുക്കാൻ അമ്മ. ഇതാ 700 രൂപയാണ് അമ്മ 3 ക്വസ്റ്റ്യൻ ഇതാണ് 3 ക്വസ്റ്റ്യൻ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ബംഗാളികൾ പണിക്ക് വരുന്നതിന്റെ തൊട്ടാട്ടോ ഇത് രണ്ടാള് 3 ആൻസർ പറഞ്ഞാൽ 700 രൂപയാണ്. എണ്ണിക്കോ ഹനോ. 500, 1000, 1500, 1700 രൂപയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് ഗോപിക ഉണ്ടാക്കിയിട്ടുള്ളത്. 1500 രൂപയാണ്. അപ്പൊ ഇതാ 5 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുകൊണ്ട് ഗോപിക പൈസ വേണ്ടേ? ഇതാ ഗോപിക ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ പണിഷ്മെന്റ് അപ്പൊ നമുക്ക് പണിഷ്മെന്റിലേക്ക് കടക്കാം. എന്താണോ പണിഷ്മെന്റ് എന്ന് പറയല്ലേ? ദിവസം നമ്മൾ എന്താ പച്ചമുളക് തീറ്റിക്കുക, പൗഡർ എടുത്ത് കണ്ണിലിടുക, ഉപ്പുവെള്ളം കുടിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടിയല്ലേ? അമ്മ ഉറക്കുന്നുണ്ടോ? നമ്മള് ഒരു 2 അല്ല നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ നമ്മളേത് ഈ മുട്ടായി ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാൻ പറയും. അതുവരെ അമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. എങ്ങനെയാണ്? ഇങ്ങനെ മൂക്കിന്റെ മുകളിലോ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഇതാണ് ഇന്നത്തെ പണിഷ്മെന്റ്. നമ്മളൊരു സമയം അങ്ങനെ 1 മിനിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളേരോ താഴ്ത്താൻ പറയും. അപ്പൊ താഴ്ത്തിക്കോളാം. അതിന് മുന്നേ ആയിട്ട് മുട്ടായി താഴേക്ക് പോകാനാണെങ്കിൽ അടുത്ത ഉഗ്രം പണി നമുക്ക് തരുന്നതായിരിക്കും. അല്ല ഇത് എന്തായാലും ഇത് നടക്കൂല. അടുത്ത പൈസ എടുത്ത് ഒന്നേക്ക് അല്ല ഇവിടെ വെച്ചോ. പൈസ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ മൂക്ക് എങ്ങനെയാ വെച്ചാൽ മൂക്ക് മീശേമല വെക്കുക. ഇതാണ് ചാലഞ്ച്.
എന്താ പറയാ? അറിയൂല. വേരെടുക്കുക, മൂക്കുമ്മൽ വെക്കുക, അല്ല മീശയമ്മൽ വെക്കുക. അങ്ങനെയല്ല ഉദ്ദേശിച്ചേ, അങ്ങനല്ലേ ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് വെച്ചോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെ ഇത് വല്ലാത്ത കോമഡിയാണല്ലോ. അങ്ങനെ നോട്ട് അവിടെ നിന്നോട്ട് മുട്ടായിടിക്കും ഒളിച്ചു നോക്കണ്ട എടുത്തോ ഒന്നും കൂടി വെക്കുക. അവിടെ നിന്നോട്ടെ, അങ്ങനെ അവിടെ നിന്നോട്ടെ, അവിടെ പിടിച്ചു നിന്നോട്ടെ, കുറച്ചു നേരം അടക്കട്ടെ. അമ്മക്ക് വർത്താനം പറയും. അപ്പൊ ഗൈസ് നല്ല പണിഷ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തുവാണ് ഇത്? നിർത്തല്ലേ അതുപോലെ കൊറേ ഇത് പടമായ ചലഞ്ച് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ എന്താ എനിക്കൊരു സന്തോഷമില്ലാത്ത പൈസ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആദ്യമായിട്ട് അമ്മ ഇവിടെ ആദ്യമായിട്ട് ഓട്ടെ ഇതൊരു നാറിയ പൊട്ടായി പോയി. കുറച്ച് പൈസ മാത്രം കിട്ടിയിട്ടുണ്ടല്ല. അല്ല ആദ്യം ഇത് കണ്ട പാടണ്ട, പൈസ കൈയെല്ലാം കിട്ടിപ്പോയിന്ന് പറഞ്ഞേ. പക്ഷെ എന്താ കറക്റ്റ് ആയിട്ട് യൂട്യൂബേഴ്സിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെങ്കിലും കൊടുക്കണം പാവം. അതെ ഓലിക്കെല്ലാം കൊടുക്കട്ടെ, എനക്കെല്ലാം ഉണ്ടാകാതെ. അപ്പൊ അടുത്ത ഗെയിം ചലഞ്ച് കൊണ്ടുവരാ ആരാ? അമ്മ സാധനം കൊണ്ടുവരാ? അമ്മയായിരിക്കും കൊണ്ടുവരാ. ഞാനാകുമ്പോ ഇത്ര കട്ടിയില്ലാത്ത കൊണ്ടുവരും. അപ്പൊ അടുത്ത ചലഞ്ച് അമ്മയായിരിക്കും. പൈസയും കൊണ്ടുവരണേ. അടുത്ത ചലഞ്ച് എങ്ങനെയാണെന്നും അടുത്ത പൈസ എങ്ങനെയാ പറഞ്ഞു തീർക്കട്ടാ എങ്ങനെയാന്നൊക്കെ അടുത്ത ഗെയിമിന്റെ അകത്ത് കാണാം. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പൊ എല്ലാം നിർത്തുമല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്. ബൈ.